ഹലോ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു നല്ല ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ലഡു ഉണ്ടാക്കിയെടുക്കാം. കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നില്ലേ, അതേ ടേസ്റ്റിൽ നമുക്ക് ലഡു ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഉണ്ടാക്കുന്നത് കണ്ടാലോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ കട്ടകളൊക്കെ മാറി നന്നായിട്ട് അത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ദോശമാവിൻ്റെ പരിവില്ലേ, അതുപോലാണ് ഇട്ട് ഉണ്ടാക്കേണ്ടത്. അത്രയും ലൂസായിട്ടാണ് വേണ്ടത്, കട്ടയില്ലാണ്ട് കുറച്ച് ലൂസായിട്ടാണ് നമ്മളെ മാവ് വേണ്ടത്. ഇതാ കണ്ടില്ലേ, ഇതുപോലെ കേട്ടോ, ഈ ഒരു ലൂസിലാണ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് എന്ന് പറയുന്നത് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബേക്കറിത്തെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഇത്തിരി ഫുഡ് കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് കളർ ആഡ് ചെയ്യാത്തവർക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇത്തിരി ഫുഡ് കളറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബാറ്റർ എന്ന് പറയുന്നത് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്, ഇത്തിരി ലൂസായിട്ടാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പത്ത് ഇത്തിരി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതുപോലൊരു തവിയുടെ മുകളിൽ കൂടി നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ ഒരു ഷേപ്പിലാണ് നമ്മളെ ലഡുവിൻ്റെ ഇത് വേണ്ടത്. ഇതുപോലെ എല്ലാം കൂടി ഒന്ന് വറുത്ത് കോരിയെടുക്കണം. അധികം ബ്രൗൺ കളർ ആവാൻ വെക്കരുത്, ഇത് പെട്ടെന്നാവും കേട്ടോ. ഒരു യെല്ലോ കളർ ആവുമ്പോൾ തന്നെ നമ്മളിത് കോരിയെടുക്കണം. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഞാൻ കുറേശ്ശെ ഉണ്ടാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഞാൻ റെഡിയാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഒരു ഉരുളിയിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായി ചൂടാകുമ്പോൾ അതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സായിട്ട് വരണം കേട്ടോ. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഒരു 2 ഏലക്ക കുത്തിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ലഡുവിന്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. അപ്പോൾ അത് മെൽറ്റാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലേക്ക് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചത് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് കുറേശ്ശെ പൊടിച്ചെടുക്കണം. അധികം പൊടിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. ലഡുവിൻ്റെ ഈ പൊടി നമ്മുടെ ഷുഗറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു മധുരം എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ജസ്റ്റ് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് വരെ ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതുപോലെ. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇത്തിരി അണ്ടിപ്പരിപ്പും ഇത്തിരി മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കാം. ഞാനപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് നെയ്യിൽ വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്നും കൂടി എല്ലാം കൂടി ഒന്ന് എല്ലാ ഭാഗത്തേക്ക് എത്താൻ വേണ്ടി ഒന്നും കൂടി ഒന്ന് എല്ലാം മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഉരുളകളാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഓരോ ഉരുളകളാക്കിയിട്ട് എടുക്കണം. അപ്പോൾ എല്ലാം മിക്സാക്കി ഇനി ഞാൻ ഓരോന്നായിട്ട് ഇത് ഉരുളകളാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ലഡുവിൻ്റെ പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ ആക്കി എടുക്കുന്നുണ്ട്. ഓരോന്നും ഇതുപോലെ കണ്ടില്ലേ, നമ്മുടെ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ ലഡുവിൻ്റെ ആ ഒരു ഇതില്ലേ, ഇത്തിരി ഫുഡ് കളർ കുറച്ചിട്ടുണ്ട് കേട്ടോ. അധികം കളറ് കുട്ടികൾക്ക് കൊടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇത്തിരി ഫുഡ് കളർ കുറച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ടേസ്റ്റ് എന്ന് പറയുന്നതും നമ്മുടെ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ ലഡുവിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ കമൻറ്റ് വന്ന് എന്നെ അറിയിക്കണം കേട്ടോ. എങ്ങനെ ഉണ്ടായെന്ന് എന്നെ വന്നൊന്ന് പറയണേ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ലഡു എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.